കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ വസതിയിൽ നടന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ചൂടുപിടിച്ച ചർച്ചാ വിഷയം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകളായ വീണ വിജയൻ കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL നിന്ന് മാസപ്പടി ഇനത്തിൽ 2.78 കോടി രൂപ കൈപ്പറ്റി എന്നതാണ് ഈ കേസിൻ്റെയും അന്വേഷണങ്ങളുടെയും ആധാരമെന്ന് പറയുന്നത്. ഇതൊരു കൈക്കൂലി ഇടപാടായിരുന്നുവെന്നും ഇതിന് പിന്നിൽ കള്ളപ്പണ ഇടപാട് സംഭവിച്ചിട്ടുണ്ട് എന്നുമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ വീണ വിജയനെ ഉൾപ്പെടെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ അന്വേഷണത്തിനെതിരായി CMRL എന്ന കമ്പനി കേരള ഹൈക്കോടതിയെ സ്റ്റേക്ക് വേണ്ടി സമീപിക്കുകയും ആത്യന്തികമായി ഹൈക്കോടതി ഈ സ്റ്റേ അനുവദിക്കാതെ CMRLൻ്റെ കേസ് തള്ളുകയും ചെയ്തതോടുകൂടിയാണ് ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ചടുലമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ സമയത്ത് ഈ വിഷയം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന അവസരത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മറ്റൊരു വിഷയം കൂടി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. സമാനമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി CPMന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് സമാനമായിട്ടുള്ള നേരത്തെ ഉണ്ടായ സാഹചര്യമെന്ന് പറയുന്നത്. അന്ന് കോടിയേരി ബാലകൃഷ്ണനെയോ ബിനീഷ് കോടിയേരിയോ ന്യായീകരിക്കുവാൻ CPM നേതാക്കളോ മുഖ്യമന്ത്രി പിണറായി വിജയനോ രംഗത്ത് വന്നില്ല എന്നതും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ കോടിയേരിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പാർട്ടി പരസ്യമായി നിലപാടെടുത്തപ്പോഴും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ദീർഘകാലം ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ മാറി നിൽക്കുകയും ചെയ്തിരുന്നു. ഏറെക്കുറെ ഒരു വർഷക്കാലം ബിനീഷ് കോടിയേരി ജയിൽവാസം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ജാമ്യം ലഭിച്ച് പുറത്തു വന്നത്. എന്നാൽ ബിനീഷിനെ സംരക്ഷിക്കാതിരുന്ന ബിനീഷിൻ്റെ വ്യക്തിപരമായ വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മാറ്റി നിർത്തിയ പാർട്ടി ഇപ്പോൾ പിണറായി വിജയൻ്റെ മകളായ വീണ വിജയനെ ന്യായീകരിച്ച് മെഴുകേണ്ട ഗതികേടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ കോടിയേരിക്കും പിണറായിക്കും, കോടിയേരിയുടെ മകനും പിണറായിയുടെ മകൾക്കും രണ്ട് തരത്തിലുള്ള നീതിയാണോ CPM നൽകുന്നത് എന്ന വ്യാപകമായ വിമർശനം മാധ്യമങ്ങളടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കേസിൽപ്പെട്ട ബിനീഷ് കോടിയേരിക്ക് പിന്നീട് ഇതുവരെയും പാർട്ടി അംഗത്വം CPM പുതുക്കി നൽകിയിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം പോലും ഗോവിന്ദൻ മാസ്റ്ററോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് സമയമെടുത്ത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഓർക്കണം, ബിനീഷ് കോടിയേരി കേസ് അവസാനിച്ച ശേഷം 4ാം വട്ടം അപേക്ഷ നൽകിയിട്ടും അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് പുതുക്കുവാൻ പാർട്ടി തയ്യാറായിരുന്നില്ല. എന്നാൽ ബിനീഷ് കോടിയേരിക്ക് ഇപ്പോൾ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുനഃസ്ഥാപിച്ച് ലഭിച്ചിരിക്കുകയാണ്. ഇതിന് കാരണമായത് പിണറായി വിജയൻ്റെ ഇടപെടലാണ് എന്ന നിലയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതായത് സ്വന്തം മകളെ സമാനമായ ഒരു വിഷയത്തിൽ ED അറസ്റ്റ് ചെയ്യുവാനുള്ള സാഹചര്യം സംജാതമായതിന് പിന്നാലെ ബിനീഷ് കോടിയേരിക്ക് പാർട്ടിയിലെ അംഗത്വം പുതുക്കി നൽകുവാൻ അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ച് നൽകുവാൻ പിണറായി വിജയൻ തയ്യാറാകുകയായിരുന്നു. എന്നാൽ ബിനീഷുമായി ബന്ധപ്പെട്ട് പിണറായിയുടെ ഈ ഒരു തീരുമാനമെന്ന് പറയുന്നത് തികച്ചും യാദൃശ്ചികമായ സ്വാഭാവികമായ ഒരു കാര്യമല്ല എന്ന വസ്തുതയും നാം കണക്കിലേക്ക് എടുക്കേണ്ടതുണ്ട്. ഇതിനു പിന്നിൽ പിണറായി വിജയന് കൃത്യമായ ചില കണക്കുകൂട്ടലുകളുമുണ്ട്. അതായത് വീണ വിജയനെതിരെ ഈ ഒരു ആരോപണവും കേസും ഉയർന്നു വരുവാൻ കാരണമായത് മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയായിരുന്നു. ഇൻകം ടാക്സ് റെയ്ഡ് CMRL എന്ന കമ്പനിയിൽ നടക്കുകയും കമ്പനി നടത്തിയ 140ഓളം കോടി രൂപയുടെ കള്ളക്കണക്കുകൾ ഇൻകം ടാക്സ് അധികൃതർ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പിലേക്ക് ഈ വിഷയം എത്തിയതോടുകൂടി കമ്പനി തങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ കേസിൽ നിന്ന് പിഴയടച്ച് ഊരിപ്പോരുകയായിരുന്നു. ഈ കേസിലെ വാദം പൂർത്തിയായതിന് പിന്നാലെ ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയിലാണ് വീണ വിജയനെതിരെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുള്ളത്. അതായത് 140 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകളിൽ 1.72 കോടി രൂപ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് നൽകിയതാണ് എന്ന് ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡാണ് കണ്ടെത്തിയത്. ഈ തുകയ്ക്ക് പകരമായി ഇവർ യാതൊരുവിധ സേവനങ്ങളും കമ്പനിക്ക് ലഭ്യമാക്കിയിട്ടില്ല എന്ന് കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴിയും ഈ വിധിയിൽ CMRLനെതിരായിട്ടുള്ള വിധിയിൽ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ശക്തനായ നേതാവിൻ്റെ മകൾക്ക് നൽകിയ കൈക്കൂലി പണം തന്നെയാണ് ഇതെന്ന നിഗമനവും സെറ്റിൽമെൻറ്റ് ബോർഡ് പങ്കുവച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ SFIOയുടെ അന്വേഷണം നടത്താവുന്നതാണെന്ന് ശുപാർശയും കൂടി നൽകിക്കൊണ്ടാണ് ആ വിധി പ്രസ്താവം അവസാനിച്ചത്. ഈ ഒരു വിധി പുറത്തു വന്നതിന് ശേഷം 6 മാസങ്ങൾക്ക് ഇപ്പുറമാണ് മലയാള മനോരമയിൽ ഇതൊരു വാർത്തയായി വരുന്നതും കേരളം ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ആരംഭിച്ചതും. ആ ഘട്ടത്തിൽ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഇപ്പോൾ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വഴിവെച്ചത് CPMൻ്റെ ബദ്ധശത്രുവായി
വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ഷോൺ ജോർജ് നടത്തിയ നീക്കങ്ങളായിരുന്നു. അതായത് ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിടുതിയുടെ അടിസ്ഥാനത്തിൽ വീണ വിജയനുമായി ബന്ധപ്പെട്ടും അവർ നടത്തിയിട്ടുള്ള കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടും അവരുടെ കമ്പനി നടത്തിയിട്ടുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടും കൃത്യമായ ഒരു അന്വേഷണം SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ എന്ന കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഓർഗനൈസേഷൻ നടത്തണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ഷോൺ ജോർജ് ആണ്. തൻ്റെ പിതാവായ PC ജോർജിനെ പിണറായി വിജയൻ ജയിലിലടച്ചതിൻ്റെ പ്രതികാര നടപടി എന്ന വണ്ണമാണ് ഷോൺ ആദ്യം തൻ്റെ ഈ നീക്കങ്ങളെ വിശേഷിപ്പിച്ചത്. പക അത് വീട്ടാനാണ് എന്നുള്ള മാസ് ഡയലോഗ് പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആവർത്തിക്കുകയും ചെയ്തു. ഏതൊക്കെയാണെങ്കിലും ഷോണിൻ്റെ ഇടപെടൽ ഈ കേസിൽ നിർണായക വഴിത്തിരിവാകുകയും SFIOയുടെ അന്വേഷണവും തൊട്ടു പിന്നാലെ തന്നെ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണവും വീണ വിജയനെതിരെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷോൺ ജോർജിൻ്റെ ഈ രാഷ്ട്രീയ നീക്കങ്ങളും ഷോൺ ജോർജിന് പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളുമാണ് തൻ്റെ മകൾക്കും തനിക്കും അറസ്റ്റ് ഭീഷണി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കൃത്യമായി പിണറായി വിജയന് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ട്. അധികാരത്തിലിരുന്ന കാലത്ത് BJP ദേശീയ നേതൃത്വവുമായി പോലും നേരിട്ട് ചില നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ട് ഈ വിഷയങ്ങളിൽ നിന്ന് ഒരു രാഷ്ട്രീയ സംരക്ഷണം നേടുവാൻ പിണറായി വിജയന് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അധികാരം നഷ്ടമായ സാഹചര്യത്തിൽ തന്നെ BJP കൈവിട്ടിട്ടുണ്ടോ എന്ന ആശങ്കയും പിണറായി വിജയന് കാര്യക്ഷമമായി തന്നെ ഉണ്ട്. അതിനാൽ തന്നെ ഈ വിഷയത്തിന് എങ്ങനെ ഒരു പരിഹാരം കാണാം എന്ന കൃത്യമായ ആലോചനകളിലേക്ക് കടക്കുമ്പോൾ അതിന് ആരുടെയും കാല് പിടിക്കുവാൻ പിണറായി വിജയൻ തയ്യാറാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. അദ്ദേഹം അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യത്തെ പോലും സധൈര്യം നേരിടുവാൻ ആംബിയറുള്ള നേതാവ് തന്നെയാണ് പിണറായി വിജയൻ. എത്ര വലിയ അഴിമതിക്കാരനും ധാർഷ്ട്യക്കാരനുമായിരിക്കുമ്പോഴും ജനങ്ങൾ വെറുക്കപ്പെട്ട ഭരണാധികാരി ആയിരിക്കുമ്പോഴും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തൻ്റെ ഇടം എന്ന് പറയുന്നത് പ്രസിദ്ധമാണ്. അതിനാൽ തന്നെ ജയിൽവാസം അദ്ദേഹത്തിന് പുത്തരിയല്ല. ഇരട്ടച്ചങ്കൻ എന്ന വിളിപ്പേര് അന്വർത്ഥമാക്കുവാനുള്ള രാഷ്ട്രീയ ശേഷി ഇന്ന് ഈ 80-ാം വയസ്സിലും ആ നേതാവിനുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാൽ പിണറായിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് മക്കളാണ്. പ്രത്യേകിച്ച് തൻ്റെ മകളായ വീണ വിജയൻ പിണറായി വിജയന് ഏറ്റവും സോഫ്റ്റ് കോർണറുള്ള ജീവിതത്തിലെ ഒരു വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള തൻ്റെ പ്രിയപ്പെട്ട മകൾ ജയിൽവാസം അനുഷ്ഠിക്കുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ ഏതറ്റം വരെയും പോകുവാനും ഏത് കാലും പിടിക്കുവാനും പിണറായി തയ്യാറാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ ബിനീഷ് കൊടിയേരിക്ക് പാർട്ടി അംഗത്വം പുനഃസ്ഥാപിച്ച് നൽകിയത് എന്ന സ്വാഭാവികമായ സംശയം ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കൊടിയേരിക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാം എന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് കൃത്യമായി പിണറായിയുടെ നീക്കങ്ങളുടെ ഒരു ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ബിനീഷ് കൊടിയേരിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇപ്പോൾ എതിർപ്പാളയത്തിലുള്ള ഷോൺ ജോർജ് എന്ന വ്യക്തി. ഷോൺ ജോർജിനെയും ബിനീഷ് കൊടിയേരിയെയും ഈ സുഹൃത്ത് ബന്ധം മാത്രമല്ല കൂട്ടിയിണക്കി നിൽക്കുന്നത്, ഹൈക്കോടതിയിൽ ബിനീഷ് കൊടിയേരിയും ഷോൺ ജോർജും ഒരുമിച്ചാണ് ഓഫീസ് തുറക്കുന്നതും പ്രാക്ടീസ് ചെയ്തു വരുന്നതും. അതിനാൽ തന്നെ ആത്മമിത്രങ്ങളും ബിസിനസ് പങ്കാളികളുമായിട്ടുള്ള ഷോൺ ജോർജിൻ്റെയും ബിനീഷ് കൊടിയേരിയുടെയും സൗഹൃദം ഈ കേസിൽ തനിക്ക് അനുകൂലമാക്കി മാറ്റാമെന്നുള്ള കണക്കുകൂട്ടൽ പിണറായി വിജയന് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതായത് ബിനീഷ് കൊടിയേരിയെ സുഖിപ്പിച്ച് നിർത്തിക്കൊണ്ട് കൊടിയേരിയുടെ മരണശേഷം പാർട്ടിയിൽ നിന്ന് അകറ്റി നിന്നിരുന്ന അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടിരുന്ന കൊടിയേരി കുടുംബത്തെ തന്നോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഷോൺ ജോർജിനെ ബിനീഷിൻ്റെ ബന്ധം ഉപയോഗിച്ച് ഏതെങ്കിലും വിധേന സ്വാധീനിക്കുവാൻ ശ്രമിക്കാം എന്നൊരു ആത്മവിശ്വാസമായിരിക്കണം പിണറായിയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിലുള്ളതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ നാണവും മാനവും കെട്ട ഒരു രാഷ്ട്രീയ നീക്കത്തിന് പിണറായി വിജയൻ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് വളരെ വേഗത്തിൽ ബിനീഷിൻ്റെ പാർട്ടി അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഏതൊക്കെയാണെങ്കിലും ഷോൺ ജോർജ് തയ്യാറായാൽ പോലും അദ്ദേഹത്തിൻ്റെ പിതാവായ PC ജോർജ് ഈ വിഷയത്തിൽ പിണറായിയോട് ഒരു അനുനയത്തിന് തയ്യാറാകുമെന്ന യാതൊരു സൂചനകളും ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഏതൊക്കെയാണെങ്കിലും ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.